Hi friends, welcome to Shilu's kitchen. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ റെസിപ്പിയിലേക്ക് പോയാലോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഒരടിപൊളി ഞണ്ട് വരട്ടിയതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും ആരും മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ശരി, നമുക്ക് ഇൻഗ്രീഡിയൻസിലേക്ക് പോകാം. 1/2 കിലോ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഞണ്ട്. ഇതിൻ്റെ മസാലയ്ക്കായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് 1 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം, കുറച്ച് ഗ്രാമ്പു, കുറച്ച് പട്ട, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 1 ടേബിൾ സ്പൂൺ മല്ലി, ഇത്രയുമാണ്. അപ്പം നമുക്കിതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ നല്ലതുപോലെ ഞാനിത് പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിനാവശ്യമായിട്ടുള്ളത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 3 സവാള, ഒരു മീഡിയം സൈസ് സവാളയാണ് കനം കുറച്ച് അരിഞ്ഞത്, കുറച്ചധികം കറിവേപ്പില, 3 തക്കാളി അതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ 3 പച്ചമുളക്, ഇത്രയുമാണ്. പിന്നെ വേണ്ടത് നമുക്ക് കുറച്ച് ചെറിയുള്ളിയാണ്. അതൊരു 10 എണ്ണം ഞാൻ ചെറുതായിട്ടൊന്ന് അരിഞ്ഞു വെച്ചിട്ടുള്ളതാണിത്. ആവശ്യത്തിന് ഉപ്പ്. പിന്നെ വേണ്ടത് കാശ്മീരി ചില്ലി ഒരു 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യമായിട്ടൊരു പാത്രം അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടല്ലോ, അതൊന്ന് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ കുറച്ച് കറിവേപ്പില, നമ്മൾ എടുത്ത് വെച്ചതിന് കുറച്ച് കറിവേപ്പില ഇപ്പോൾ ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള മസാലക്കൂട്ടുണ്ടല്ലോ, അത് അതിനകത്തേക്ക് ചേർത്ത് ഒരു ചെറുതീയിലിട്ടിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഈ മല്ലി എന്ന് പറയുന്നത് നിങ്ങൾക്ക് മല്ലിയായിട്ട് തന്നെ എടുക്കണമെന്നില്ല. മല്ലിപ്പൊടിയാണ് എടുക്കുന്നതെങ്കിൽ അത് നമ്മുടെ ഉള്ളിയൊക്കെ ആ വഴറ്റുന്ന സമയത്ത് ഇട്ട് കൊടുത്താൽ മതി. ഇത് ഞാൻ പച്ചമല്ലിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പച്ചമല്ലി എടുക്കുമ്പോൾ തന്നെ നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടും, നല്ലൊരു ടേസ്റ്റൊക്കെ കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അങ്ങനെ ചെയ്യണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല, അല്ലാതെ ഉണ്ടാക്കിയാലും കുഴപ്പമില്ല. അപ്പോൾ ഞാനതൊന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. മസാല മൂപ്പിച്ച് വെച്ചതിന് ശേഷം മാറ്റിയതിന് ശേഷം നമ്മൾ കുറച്ചുകൂടി ഒരു ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മുടെ ചെറിയുള്ളി ഉണ്ടല്ലോ, ചെറിയുള്ളി ഒന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചെറിയുള്ളി ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ചെറിയുള്ളി എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഇടണം. അതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ആ ഒരു മസാലയും ഇനി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ നമ്മുടെ സവാള കനം കുറഞ്ഞ് അരിഞ്ഞു വെച്ചിട്ടുള്ളത് ഇതിൻ്റെ കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അത് നന്നായിട്ടൊന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് ഇതുപോലെ ഈ ഒരു പാകത്തിന് നമ്മൾ അതിനെ ഒന്ന് വഴറ്റിയെടുക്കണം. എന്നിട്ട് നമ്മൾ പച്ചമുളകും ഇട്ട് കൊടുക്കണം. ഒരു 3 പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളകാണ് ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നമ്മളെ മസാലക്കൂട്ടുണ്ടല്ലോ അത് ഇതിനകത്തേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. പിന്നെ നമ്മുടെ മുളക് പൊടി ഇടേണ്ട സമയമാണിത്. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും നമുക്ക് ഈ സ്റ്റേജിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ എരിവൊക്കെ നിങ്ങളെ ഇഷ്ടത്തിന് ഇട്ട് കൊടുക്കാം. നമ്മൾ ഇതിനകത്ത് ഹൈലൈറ്റ് ചെയ്ത് വരേണ്ട ടേസ്റ്റ് എന്ന് പറയുന്നത് ഒരു പെരിഞ്ജീരകത്തിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റാണ്. അപ്പോൾ മല്ലിയൊക്കെ അതിനനുസരിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. മല്ലിപ്പൊടിയാണ് ഇടുന്നതെങ്കിൽ നോക്കിയിട്ട് വേണം ഇടാനായിട്ട്. 1 ടേബിൾ സ്പൂൺ വരെ മല്ലിപ്പൊടി നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടിയാണ് ഇടുന്നതെങ്കിൽ അത് ഈ സ്റ്റേജിലാണ് അപ്പോൾ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇനി നമ്മൾ എല്ലാ മസാലയും മൂപ്പിച്ചു. ഇനി തക്കാളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. തക്കാളി ഞാനൊന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യുകയാണ്. അതിന് ശേഷം കുറച്ച് ഉപ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഏറ്റവും ലാസ്റ്റായിട്ട് നമ്മുടെ ക്രാബിനെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിനകത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ഈ മസാലയൊക്കെ ആ ക്രാബിൻ്റെ ഉള്ളിലൊക്കെ ചെല്ലണം. അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ പാത്രം ഒന്ന് പിടിച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഏകദേശം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ് വേണ്ടത്.
അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമുക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊരു 15 മിനിറ്റോളം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് നമുക്ക് 15 മിനിറ്റിന് ശേഷം നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ കുറച്ച് ബാക്കിയുള്ള കറിവേപ്പില ഉണ്ടല്ലോ അതും കുറച്ച് ഓയിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് ഇത് നല്ലൊരു ടേസ്റ്റ് നമുക്ക് കിട്ടുക. അപ്പോൾ നമ്മൾ ഇഷ്ടത്തിന് കുറച്ച് വെളിച്ചെണ്ണ, ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കണ്ടോ, നമ്മൾ സൂപ്പറായിട്ടുള്ള ക്രാബ് വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒരു പ്രാവശ്യം തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഞണ്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ ഒരു ഞണ്ട് വരട്ടിയത് ഇഷ്ടപ്പെടും. അപ്പോൾ ഇനി നിങ്ങൾ വീട്ടിൽ ക്രാബ് വാങ്ങുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണം. നിങ്ങൾ വീട്ടിൽ ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും അത് ഇഷ്ടപ്പെടും. അപ്പോൾ നല്ലൊരു ഞണ്ട് വരട്ടിയതാണിത്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്താൽ മാത്രം പോരാ, എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഇത് നിങ്ങൾ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഈ ഒരു റെസിപ്പി ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടി വേണം. അപ്പോൾ ഇതിലും നല്ല മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ see you. Thanks for watching.